ലബീബിൽ ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഉദ്ധരണിയാണ്. അതുപോലെയാണ് ബഹുമാനപ്പെട്ട പേരുസ്താദും വിശദീകരിച്ചത്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരു രൂപവുമില്ലാതെ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പിശാചിനും സ്വന്തത്തിന്റെ പേരിൽ കളവ് പറയാം. പക്ഷേ ഈ വാദിക്കുന്ന വാദികൾ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ വെച്ച് പറയുന്നത് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അവസാനം വഖദ് കുന്തു അദം തുദഹ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാനിതാ അതിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു എന്ന വിധത്തിൽ ഇമാം സുംഹൂദി ആദ്യം ഒരു വിഷയം പറയാ, പിന്നെ സ്വന്തം കിതാബിന്റെ താഴെ ഇമാം സുംഹൂദി തന്നെ അത് പശ്ചാത്തപിച്ച് മടക്കുക എന്നുള്ളൊരു വിഷയം അദ്ദേഹം ഒച്ചയിട്ടുകൊണ്ട് പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വിശദീകരിച്ച് തരാൻ താല്പര്യപ്പെടുന്നു. അയാൾക്ക് നേരത്തെ പറഞ്ഞത് പിൻവലിച്ച് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് എല്ലാ ഇമാമുകളും അങ്ങനെ തന്നെയാണ് എന്ന ഒരു ധാരണയാണ് അയാൾക്ക്. അൽ മർഉ യഖീസു അലാ നഫ്സിഹി എന്നാണല്ലോ, അവനവനെ പോലെ തന്നെയാണ് മറ്റുള്ളവരെന്ന് കരുതുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു അബദ്ധമാണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്ന, നേരത്തെ സഖാഫി സാദ് വിശദീകരിച്ചു, ലോകത്ത് ഒരു ഇമാമും പറയാത്ത വാദാണ് പറയുന്നത്. അന റസൂലുള്ളാഹ് എന്ന് ഒരു ഭീകര രൂപം വന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിനെ അംഗീകരിക്കണം എന്നാ പറഞ്ഞത്. ഈ പറയപ്പെട്ട മൗലവി അയാളുടെ രൂപത്തിന്റെ ശൈത്താൻ വന്നിട്ട് അന റസൂലുള്ളാഹ് എന്നാണ് കളവ് പറഞ്ഞാൽ അത് നബിയാണെന്ന് അംഗീകരിക്കണം എന്നാ പറയുന്നത്. കാരണം അത് അവരുടെ ആ പിഴച്ച വാദത്തെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അത് അനുവദിക്കൂല എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോ ഈ ഒരു പിഴച്ച വാദം ലോകത്ത് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വളരെ കൃത്യമായി നസ്വീഹത്തുൽ ലബീബ് ഉദ്ധരിച്ച് നമ്മൾ മറുപടി പറഞ്ഞപ്പോ ഇമാമുകൾ അയാൾ പറഞ്ഞതിന് നേരെ കടകവിരുദ്ധമായി ഇതേ വാദം ഉന്നയിച്ച് വന്ന ഒരാൾക്ക് അയാളെ ഉപദേശിച്ചുകൊണ്ട് എഴുതിയ കിതാബ്, ആ കിതാബ് ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞപ്പോ അവസാനം അയാൾ പറഞ്ഞതാണ്, ഇമാം സുംഹൂദി തങ്ങള് 44-ാമത്തെ പേജിൽ പറഞ്ഞതിന് 51-ാമത്തെ പേജ് എത്തിയപ്പോഴേക്ക് ആ നിലപാട് അങ്ങോട്ട് മാറ്റി. നോക്കൂ നിങ്ങൾ, ഇതൊരു ഇമാമിന്റെ പേരിലാ പറയുന്നത്. ഇവരുടെ ഈ പിഴച്ച വാദം സമർത്ഥിക്കാൻ എന്ത് തോന്നിവാസവും ചെയ്യും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്. അതിന് വലിയ മൈക്ക് വെച്ച് അലറിയത് കൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കിതാബ് ഒരു ആവർത്തി വായിച്ചു നോക്കാൻ കിതാബിന്റെ ദൗഖ് അറിയുന്ന ആർക്കും അറിയാം. അത് ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി തങ്ങളുടെ ഇബാറത്തിൽ അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല, ഒരു ഇമാമും സ്വീകരിക്കുന്ന ശൈലിയല്ലത്. ഇമാം സുംഹൂദി തങ്ങൾക്ക് ആ നിലപാടില്ലെങ്കിൽ ആ 44-ാമത്തെ വിഷയം അങ്ങ് ഒഴിവാക്കിയ പോരെ. അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവൻ 51-ൽ വന്നിട്ട് തിരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ആ മൗലവി അവിടെ വന്ന് വായിച്ചപ്പോ 51-ാമത്തെ പേജില് ഫല്ലാഹിറു എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് തുടങ്ങിയിട്ട് ഇന്തഹ എന്നുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട സുബ്കി ഇമാമിന്റെ ഉദ്ധരണി ഉദ്ധരിക്കുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്തഹ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ഇന്തഹ കാണുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് ഈ ഇന്തഹ കാണുന്നിടത്തൊക്കെ അവിടെ ഉദ്ധരണി കഴിഞ്ഞു എന്ന ഒരു ധാരണയാണ് ആ സാധുവിന്. അയാൾക്ക് എന്താണ് കിതാബ് എന്നോ എന്താണ് ഇമാമുകളുടെ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നോ യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു മഹാസാധുവാണ് അദ്ദേഹം. കിതാബിന്റെ ഇബാറത്ത് വായിച്ചു കൊണ്ടുവരുമ്പോ ഈ പറഞ്ഞ ഇന്തഹ അവിടെ ഉണ്ടാകാൻ ഒരു നിലക്കും സാധ്യതയില്ല എന്നത് ഇബാറത്തിന്റെ ദൗഖ് അറിയുന്നവർക്കുള്ളതാണ്. അദ്ദേഹത്തിന്റെ അത് അറിയൂല എന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വിടാം. ഏതായാലും അദ്ദേഹം പറഞ്ഞു വെച്ച കളവ് അവിടെ ഒരു ഇന്തഹ എന്നത് ഈ കിതാബിന്റെ മഖ്തൂത്തിൽ ഇല്ലാത്തതാണ്. അത് ആ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. പണ്ടൊരു കുട്ടിയുടെ കഥ പറയാറുണ്ട്. ആ കുട്ടി ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് വന്നിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോ മറ്റോനിൽ നോക്കി കോപ്പി അടിക്കണം. കോപ്പി അടിക്കുന്ന സമയത്ത് വാന്റെ പേപ്പറിൽ ഒരു ഈച്ച വന്നിരുന്നു. ആ ഈച്ചനും കൂടി ഇയാൾ വരച്ചു. അതിനാണ് ഈച്ചക്കോപ്പി എന്ന് പറയാം. അതേ ഈച്ചക്കോപ്പിയാണ് ഈ മൗലവി എന്താണ് കിതാബിൽ ഇമാമുകൾ പറയുന്നത് എന്നോ അവരുടെ വിഷയം എന്താണെന്നോ ഈ കിതാബിന്റെ അതിന്റെ പ്രമേയം എന്താണെന്നോ ഒന്നും മനസ്സിലാകാത്ത മൗലവി പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയി വന്ന ചില പദങ്ങളും കൂടി അതും കൂടി പൊക്കി പിടിച്ചിട്ട് വലിയ വെല്ലുവിളിയാണ് നടത്തുന്നത്. അതാ ബഹു രസം. ഈ കാണുന്ന പർവ്വത സമാനരായ ഞങ്ങളെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ എത്ര മുഖാമുഖം നടത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫഖർ പറയാൻ കഴിയോ? സുന്നത്ത് ജമാഅത്തിന്റെ ഏത് വിരോധികളെയും ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ പിടിച്ചു കെട്ടിയിട്ടില്ലേ? അങ്ങനെ ഒരു ഫഖർ പറയാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്കല്ലാതെ ആർക്ക് പറയാൻ കഴിയും ഇവിടെ? എന്നിട്ട് ഈ ആലിമീങ്ങളെ നോക്കിയിട്ട് ഈ ജാഹിലായ മൗലവി വെല്ലുവിളിക്കാണ്. ഇങ്ങനെ ഒരു കിതാബിൽ വന്ന ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് പോലും ആ പണ്ഡിതൻ തിരുത്തിയതാണ് എന്ന് പച്ചക്കളവ് പറയാൻ, തനി ജഹാലത്ത് പറയാൻ
എത്ര വലിയ തൊലിക്കട്ടിയാണ് ഈ ജാഹിലിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തോടും അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ തെരുവായ തെരുവീതികളിൽ മുഴുവനും എത്ര കളവ് പറഞ്ഞാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയ പ്രയാണത്തിന് തടസ്സം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നത് ഞങ്ങളിവിടെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.